ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. വാസുദേവനെ കണ്ടതും ഊർമിളാദേവി ഒന്ന് പതുങ്ങി. വാസുദേവൻ അന്നേരം ദേവരാജന്റെയും ഊർമിളാദേവിയുടെയും അടുക്കലേക്ക് വന്നു. ഊർമിളാദേവി, ദേവരാജൻ സാർ, ഈ മായാവതി കാരണം എനിക്കിപ്പോൾ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു കാര്യങ്ങൾ. ചില സമയം എനിക്ക് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും തോന്നിപ്പോയിരിക്കുന്നു. അത്രയധികം ഇവൾ എന്നെ നാണം കെടുത്തുന്നുണ്ട്. അന്നേരം ഊർമിളാദേവി വാസുദേവന് മുന്നിൽ നിന്ന് ഒന്ന് പരുങ്ങി. എന്താ ഊർമിളാദേവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല വാസുദേവ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു. വാസുദേവനും ദേവരാജനും ഊർമിളാദേവിയും ചേർന്ന് ഒരു വിധത്തിൽ മായാവതിയെ ജയിലിൽ നിന്നും പുറത്തിറക്കി. ഹെടി ഊർമിളെ, നീയാണിതിന്റെ പിന്നിലെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെടി. പിന്നെ എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കിയെന്നും പറഞ്ഞ് അതിന്റെ ഒരു നന്ദിയും നീ പ്രതീക്ഷിക്കണ്ട. മായാവതി നിർത്ത്. എത്ര തവണ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടി, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? മായാവതി, ഇതെന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ഇനി എന്തെങ്കിലും തരികിട മായാവതി ഒപ്പിച്ചാൽ പിന്നെ മായാവതി അവിടെ തന്നെ കിടക്കും. ആരും മായാവതിയെ രക്ഷിക്കാനുണ്ടാവില്ല. ഇത് ഊർമിളാദേവിയുടെ തീരുമാനമാണ്. ഇത്രയും പറഞ്ഞ് ഊർമിളാദേവിയും ദേവരാജനും കാറിൽ കയറി. വാസുദേവ വന്ന് കയറൂ. അന്നേരം മായാവതിയും കാറിൽ കയറാനായി തുടങ്ങിയതും വാസുദേവൻ പറഞ്ഞു, നിക്ക്, നീ കയറാൻ വരട്ടെ. നീ വരണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പല തവണ നിന്നോട് ക്ഷമിച്ച് ഞാൻ മടുത്തു. ഇനി എനിക്ക് നിന്നെ വേണ്ട. നീ നിന്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിനക്ക് അയക്കുന്നുണ്ട് ഞാൻ ഒരു ഡിവോഴ്സ് പേപ്പർ. എന്ത്? എന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നു അല്ലേ? അതെ മായാവതി, ഇനി നീ നിന്റെ കാര്യം നോക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇനി ഞാനെന്ന ഭർത്താവ് നിനക്കുണ്ടെന്ന് പറഞ്ഞുള്ള നെകളിപ്പൊന്നും വേണ്ട. ഇത്രയും പറഞ്ഞ് വാസുദേവൻ കാറിൽ കയറിയതും ഡ്രൈവർ വണ്ടി എടുത്തു. എടി ഊർമിളെ, നീ ജയിലിൽ നിന്ന് വന്ന ഉടൻ തന്നെ എന്റെ ഭർത്താവിനെ കറക്കി എടുത്തല്ലോ. കാണിച്ചു തരാവടി നിന്നെയൊക്കെ. ഞാൻ പണക്കാരിയാവാൻ വേണ്ടി തന്നെയാ രത്നങ്ങൾ വിൽക്കാൻ പോയത്. പക്ഷെ നീയൊക്കെ കൂടി എന്നെ ചതിച്ചു അല്ലേ? വെറുതെ വിടില്ല ഒന്നിനെയും ഞാൻ. ഇത്രയും നാളും നിങ്ങളൊക്കെ കണ്ട മായാവതി നിങ്ങൾക്കൊക്കെ വെറും കോമഡി ആയിരുന്നു അല്ലേ? എന്നാൽ ഇനിയാ നിങ്ങൾ ശരിക്കുമുള്ള മായാവതിയെ കാണാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ് മായാവതി പോലീസ് സ്റ്റേഷനിൽ നിന്നും നടന്നു പോയി. അന്നത്തെ ദിവസം അസ്തമിച്ചു. 5 ദിവസം കഴിഞ്ഞു. നേരം പുലർന്നതും ദേശായി വീട്ടിൽ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ഊർമിളാദേവി റൂമിൽ ഒരുക്കത്തിലാണ്. അന്നേരം മുത്തശ്ശി മധുമതിയോട് പറഞ്ഞു, മധു, ഇന്ന് പൂജയുടെ 6ാമത്തെ ദിവസമാണ്. അറിയാലോ, മേവത്തൂർ ഇന്ന് വരില്ല. പക്ഷേ നമ്മളെല്ലാം ചേർന്ന് വേണം സന്ധ്യാസമയത്ത് എല്ലാം നോക്കി നടത്താനും തിരി കൊളുത്താനും. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അറിയാലോ നിനക്ക്? അറിയാമേ, എല്ലാം അറിയാം. ഇന്നാണ് ഊർമിളാദേവി കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം. അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ആ പഴയ പ്രതാപത്തോടെ പട്ടുസാരിയും മുല്ലപ്പൂവും വില കൂടിയ ആഭരണങ്ങളും പൊട്ടും ധരിച്ച് ഊർമിളാദേവി താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു. ഊർമിളാദേവി അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. ചിരിച്ച മുഖത്തോടെ പടികൾ ഇറങ്ങി വന്ന് ഊർമിളാദേവി എല്ലാവരും കേൾക്കെ ചോദിച്ചു, എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഊർമിളെ, നിന്നെ എത്ര നാളായി ഇങ്ങനെ കണ്ടിട്ട്. ഈ ഊർമിളയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ദേശായി വീടിന് നെടുന്തൂണായ ഈ ഊർമിളയാണ് നമ്മുടെ ധൈര്യം. എനിക്ക് ആ പഴയ ഊർമിളയായേ പറ്റൂ അമ്മേ. കാരണം പഴയ ഊർമിളയിലാണ് എല്ലാം തുടങ്ങിയത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെയെന്നും ഈ ഊർമിള ആരുടെയും മുന്നിൽ തോൽക്കില്ല. അന്നേരം ദേശായി വീടിന്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. ആ കാറിൽ നിന്നും ഒരാൾ വീടിനകത്തേക്ക് കയറിപ്പോയി. കയറി വന്ന ആളെ കണ്ടതും വീട്ടുകാരെല്ലാവരും ഒരേപോലെ ചിരിച്ചു. മായാവതി ആയിരുന്നു അത്. അതും ഒരു വെസ്റ്റേൺ സ്റ്റൈൽ വേഷത്തിൽ, സാരിയൊക്കെ ഉടുത്ത് ഹിന്ദിക്കാരിയെ പോലെ. എന്താ മായാവതി ഈ ഫാൻസി ഡ്രസ് വേഷത്തിൽ? ശരിക്കും പറയല്ലോ, ഈ ഫാൻസി ഡ്രസ് വേഷം നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. നമ്മുടെ ഊർമിളയെ പോലെ ആവാൻ നോക്കിയതാണോ? മായാവതിയോ? ഞാൻ മായാവതിയല്ല, മേരാ നാം ഹേ മന്ദാകിനി. അത് കേട്ട് നിന്ന് എല്ലാവരും ഞെട്ടി. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ മായാവതിയുടെ ഇരട്ട സഹോദരി, ശരിക്കും പറഞ്ഞാൽ മായാവതിയെക്കാളും 1 മിനിറ്റിന് മൂത്ത സ്വന്തം ചേച്ചി, ജുഡ്വ ബെഹൻ ഹുമേ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കിരണിന്റെ അമ്മയാണ് ഞാൻ. എൻ്റെ അമ്മയോ?
നിങ്ങൾക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥമെങ്കിലും അറിയാമോ സ്ത്രീയെ? ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം സ്വന്തം മോനായ എന്നെപ്പോലെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം ഗുജറാത്തിലേക്ക് പോയതല്ലേ നിങ്ങൾ? എന്നിട്ട് ഇത്രയും നാളും ഇല്ലാത്ത അമ്മ ഇപ്പോൾ എന്തിനു വന്നു? അന്നേരം മന്ദാകിനി കിരണിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഓഹ് മേരെ പ്യാരി ബേട്ട, ഉസ് ടൈം മേരെ കണ്ടീഷൻ. അന്നത്തെ എൻ്റെ ആ സാഹചര്യത്തിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണമായിരുന്നു. നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതൊന്നുമല്ലല്ലോ ഞാൻ. എൻ്റെ ബഹൻ മായാവതിയുടെ കയ്യിൽ നിന്നെ കൊടുത്തിട്ടല്ലേ ഞാൻ പോയത്. അവിടുന്ന് നീ വാസുദേവൻ ഭായിയുടെ കാശും അടിച്ചു മാറ്റി നാടുവിടാൻ ആര് പറഞ്ഞു? അവർ രണ്ടുപേരും നിന്നെ ബേട്ടയെ പോലെ തന്നെയല്ലേ നോക്കിയത്. കുറച്ചു കാലം എനിക്കൊന്ന് മാറി നിൽക്കണമായിരുന്നു. ഞാൻ ഗുജറാത്തിലേക്ക് മറ്റൊരാളുടെ കൂടെ പോയെങ്കിൽ അത് നിനക്കൊരു നല്ല കാലം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു കിരൺ ബേട്ട. പക്ഷേ നീ തന്നെ നാട് വിട്ടു പോയപ്പോൾ ഞാൻ പിന്നെ എന്തിന് ഈ നാട്ടിലേക്ക് തിരിച്ചു വരണം? അതുകൊണ്ടാ ഞാൻ അവിടെ തന്നെ അങ്ങ് സെറ്റിലായത്. പിന്നെ ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നതിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടെന്ന് നീ കരുതിക്കോ. ഞാൻ വന്നിട്ട് 5 ദിവസമായി. അന്നേരം മന്ദാകിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വീട്ടുകാർ ഞെട്ടി. അന്നേരം അമൃത എല്ലാവരോടുമായി പറഞ്ഞു, അമ്മേ, വല്യമ്മേ, മുത്തശ്ശി, ഏട്ടാ, ഇത് കിരണേട്ടൻ്റെ അമ്മയാ. മായാവതി വല്യമ്മ എപ്പോഴും പറയാറുണ്ട് വല്യമ്മയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടെന്ന്. കാണാനും വല്യമ്മയെ പോലെ തന്നെയാണെന്ന് പറയും. എപ്പോഴും ഗുജറാത്തിലാണെന്നും പറയും. ഇത് അവർ തന്നെ ആകാനാണ് സാധ്യത. പക്ഷേ പണ്ടെപ്പോഴും ഞാൻ കണ്ട ഒരു ഓർമ്മയിൽ ഇത്ര സാമ്യമൊന്നും ഉണ്ടായിരുന്നില്ല മായാവതി വല്യമ്മയും ഇവരും തമ്മിൽ. ഞാൻ തന്നെ ഇവരെ കണ്ടിട്ട് 10-15 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും ഇവരെ കാണുമ്പോൾ മായാവതി വല്യമ്മയെന്ന് തന്നെ തോന്നുക. മേ മായാവതി കി തരഹ ദിഖ്തി ഹോ ലേക്കിൻ മേ മായാവതി നഹി, മന്ദാകിനി ഹേ. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ കാണാൻ മായാവതിയെ പോലെ ആയിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും മായാവതിയെ പോലെ ഒരാളേ അല്ല. അന്നേരം വർഷ മന്ദാകിനിയുടെ അടുത്ത് പോയി അവരെ കെട്ടിപ്പിടിച്ചു. വല്യമ്മേ, ഓ വർഷ ഹേ തൂ, ഓർ തും അമൃത ഹേനാ, ആവോ ദോനോ. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇത് കിരണിൻ്റെ സ്വന്തം അമ്മയാണ് അല്ലേ അഞ്ജലി? അതായത് നിന്റെ യഥാർത്ഥ അമ്മായിയമ്മയാണിത്. കിരൺ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തു ആയിക്കോട്ടെ, ഇപ്പോൾ നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നതിനെ നീ കണ്ടില്ലെന്ന് നടിക്കരുത്. നിന്റെ അമ്മ പറഞ്ഞതിലും എനിക്ക് ന്യായമുണ്ടെന്ന് തോന്നുന്നു. അർജുൻ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഒത്തിരി വർക്ക് ചെയ്യാനുണ്ടാവും. ശരി അമ്മേ, ആഹാരം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വരാനും നോക്കാം. ഇത്രയും പറഞ്ഞ് ഊർമിളാദേവി വീടിന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം സ്വയം പറഞ്ഞു, ഇല്ല, ഇത് മന്ദാകിനിയല്ല, ഇത് മായാവതിയുടെ പുതിയ മുഖമാണ്. പിന്നെ ഞാനിപ്പോൾ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് അവരെ സംശയമില്ലെന്ന് അറിയിക്കാനാണ്. മായാവതി, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഊർമിളയോട് കളിച്ചിട്ട് ജയിച്ച ചരിത്രമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളെ ഞാൻ പൂട്ടും, നോക്കിക്കോ. ഇത്രയും പറഞ്ഞ് ഊർമിളാദേവി നേരെ കാറിൽ കയറിയതും ഡ്രൈവർ ഓഫീസിലേക്ക് കാർ വിട്ടു. കുറച്ചു സമയം കഴിഞ്ഞു. ഊർമിളാദേവി കാറിൽ പോകവേ പെട്ടെന്ന് ട്രാഫിക് സിഗ്നലിൽ കാർ നിർത്തിയതും ഊർമിളാദേവി പുറത്തേക്ക് നോക്കി. അന്നേരം അവിടെ മായാവതിയെ കണ്ടതും ഊർമിളാദേവി ഞെട്ടിപ്പോയി. ഭഗവാനെ, മായാവതി ഇവിടെ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ മായാവതിയെ കണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ദേശായി വീട്ടിലുള്ളത് യഥാർത്ഥ മന്ദാകിനി തന്നെയാണ്. ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. അവർ മായാവതിയല്ല, മന്ദാകിനിയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ തിരികെ വന്നത് എന്തിനായിരിക്കും? തീർച്ചയായും എന്തോ ഒരു കളി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി ഒരുപക്ഷെ ഈ മായാവതി വിളിച്ചു വരുത്തിയതായിരിക്കുമോ ഇവരെ? ഒരു മായാവതിയെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് അടുത്ത മന്ദാകിനി വന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഈ ഊർമിള തോൽക്കാൻ പോകുന്നില്ല മന്ദാകിനി. ഇത് ഊർമിള ദേവിയാ.